പാവപ്പെട്ടവരായ ജാക്കും അവന്റെ അമ്മാവനും വളരെ പ്രയാസപ്പെട്ടാണ് ജീവിച്ചിരുന്നത്. ഒരു ദിവസം അവന്റെ കുതിരയെ വിൽക്കാൻ വേണ്ടി അവൻ അങ്ങാടിയിലേക്ക് പോവുകയാണ്. രാക്ഷസന്മാരുടെ ഈ മന്ത്രവാദത്തിന്റെ കെട്ടുകഥകൾ പ്രചരിപ്പിക്കുന്ന ആ രാജ്യത്തെ ഒരു നാടകം കാണാൻ കയറിയതായിരുന്നു. അവിടെ വെച്ചായിരുന്നു അവൻ ആദ്യമായി അവളെ കണ്ടുമുട്ടിയത്. അവളും അവനെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഇതിനിടയിൽ കുറച്ചാളുകൾ വന്ന് അവളെ ശല്യം ചെയ്യുകയാണ്. ശല്യം സഹിക്കാനാവാതെ അവൾ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാനായി ശ്രമിക്കുന്നു. അവളെ അവരിൽ നിന്ന് രക്ഷിക്കാൻ ജാക്കും അങ്ങോട്ട് ചെല്ലുന്നു. എന്നാൽ ഈ സമയം രാജാവിന്റെ പടയാളികൾ വന്ന് അവളെ കൂട്ടിക്കൊണ്ടുപോവുകയാണ്. അതെ, അവൾ അവിടുത്തെ രാജകുമാരിയായിരുന്നു. അവളെ അവിടെ നിന്ന് രക്ഷിച്ചതിന് പടത്തലവൻ ജാക്കിനോട് നന്ദി പറഞ്ഞ് അവിടെ നിന്ന് പോവുകയാണ്. ഈ സമയം രാജകുമാരിയുടെ ഭാവി വരനായ റോഡ്രിക്കും അയാളുടെ കൂട്ടുകാരനായ വിക്കിയും സംസാരിച്ചു വരികയായിരുന്നു. ഇതിനിടയിൽ സംശയകരമായ ഒരാളെ കണ്ടതുകൊണ്ട് അയാളുടെ റൂമിൽ ചെന്ന് നോക്കിയപ്പോൾ അയാളുടെ കുറച്ച് വസ്തുക്കൾ കാണാനില്ല. എന്നാൽ അയാളുടെ മാന്ത്രിക കിരീടം അവിടെ നിന്ന് പോയിട്ടും കാണാതായ വസ്തു കള്ളനിൽ നിന്ന് പിടിച്ചെടുക്കാനായി അയാൾ ഉത്തരവിടുകയാണ്. താൻ പിടിക്കപ്പെടുമെന്ന് അയാൾക്ക് ഉറപ്പായപ്പോഴാണ് അയാൾ ജാക്കിനെ കണ്ടത്. ജാക്കിനോട് അയാൾ കുതിരയെ തന്നാൽ ഒരു വിശിഷ്ട സമ്മാനം തരാമെന്ന് പറയുകയാണ്. മറ്റൊന്നുമായിരുന്നില്ല, അയാൾ കട്ടെടുത്ത മാന്ത്രിക വിത്തുകളായിരുന്നു. ആ മാന്ത്രിക വിത്തുകൾ ജാക്കിനെ ഏൽപ്പിച്ചുകൊണ്ട് ആ കള്ളൻ അവിടെ നിന്ന് കടന്നു കളയാൻ ശ്രമിക്കുകയാണ്. പക്ഷെ അപ്പോഴേക്കും ഭടന്മാർ അയാളെ പിടികൂടിയിരുന്നു. ഇന്ന് രാത്രിയിലും പതിവ് പോലെ രാജകുമാരി വേഷം മാറി കറങ്ങാൻ ഇറങ്ങുകയായിരുന്നു. എന്നാൽ അന്ന് അതിശക്തമായ പേമാരി പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. മഴയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി രാജകുമാരി ദൂരെ ഒരു വെളിച്ചം കണ്ട വീട്ടിലേക്ക് ചെല്ലുകയാണ്. ആ വീട് മറ്റാരുടെയും ആയിരുന്നില്ല, നമ്മുടെ ജാക്കിന്റെ തന്നെയായിരുന്നു. സമയം കള്ളം കൊടുത്ത മാന്ത്രിക വിത്ത് ജാക്കിന്റെ കയ്യിൽ നിന്ന് അടിയിലേക്ക് വീണിരുന്നു. മഴയിലെ വെള്ളം കൊണ്ട് നനഞ്ഞ ആ മാന്ത്രിക വിത്ത് അതിന്റെ തനി സ്വരൂപം പുറത്തെടുക്കാനായി തുടങ്ങി. പെട്ടെന്ന് തന്നെ ആ വിത്തുകൾ വളർന്ന് അതിന്റെ വേരുകൾ മേലോട്ട് ഉയരാനായി തുടങ്ങി. ആ വിത്തിൽ നിന്ന് വളർന്ന വേരുകൾ ജാക്കിന്റെ വീട് ഉൾപ്പെടെ രാജകുമാരിയെ കൊണ്ട് മേലോട്ട് ഉയരുകയാണ്. വീടിന്റെ ഉള്ളിൽ നിന്ന് രാജകുമാരിയെ രക്ഷിക്കാനായി ജാക്ക് നോക്കിയെങ്കിലും പ്രതീക്ഷിതമായി അവൻ ആ വീടിന്റെ ഉള്ളിൽ നിന്ന് താഴേക്ക് വീണ് പതുക്കുകയാണ്. ഇച്ചയിൽ ബോധം പോയ ജാക്കിന് പിറ്റേന്ന് രാവിലെയാണ് ബോധം വന്നപ്പോൾ അവൻ കണ്ടത് തന്റെ മകളെ തേടി വന്ന രാജാവിനെയും രാജാവിന്റെ പടയാളികളെയുമായി. സംഭവിച്ചതെല്ലാം ജാക്ക് അവരോടായി വിശദീകരിച്ചു. അപ്പോഴേക്കും ആ വേരുകൾ രാജകുമാരിയെ കൊണ്ട് ആകാശങ്ങളും താണ്ടി മേലേക്ക് പോയിരുന്നു. രാജാവ് തന്റെ മകളെ രക്ഷിച്ചുകൊണ്ടുവരാനായി കൽപ്പനയിടുകയാണ്. രാജാവിന്റെ കൽപ്പന പ്രകാരം ജാക്കും രാജകുമാരിയുടെ ഭാവി റോഡ്രിക്കും പടത്തലവനും പടയാളികളും എല്ലാവരും രാജകുമാരിയെ രക്ഷിക്കാൻ വേണ്ടി അതിസാഹസികമായി ആ വളർന്നു പന്തലിച്ച മരത്തിൽ മുകളിലേക്ക് കയറിക്കൊണ്ട് പോവുകയാണ്. അവസാനം അവരുടെ കഠിന പ്രയത്നത്തിന് ശേഷം അവർ മുകളിൽ എത്തിച്ചേരുകയാണ്. നിഗൂഢത നിറഞ്ഞ വലിയൊരു ലോകമായിരുന്നു അവർ അവിടെ കണ്ടത്. ഇതിനിടയിൽ ജാക്ക് അവന്റെ കൈവശമുണ്ടായിരുന്ന 2 മാന്ത്രിക വിത്തുകൾ കൂടി അവന്റെ ലോക്കറ്റിൽ ഒളിപ്പിക്കുകയാണ്. രാജകുമാരിയെ കണ്ടുപിടിക്കാൻ വേണ്ടി അവർ സംഘങ്ങളായി പല ദിക്കിലേക്കായി പോകുന്നു. ഇതിൽ ജാക്കിന്റെ സംഘം ഒരു തടാകത്തിനടുത്ത് എത്തുകയാണ്. ഇതിനിടയിൽ അപ്രതീക്ഷിതമായി ജാക്ക് ഒരു പടയാളിയും ആരോ വിരിച്ച വലയിൽ കുടുങ്ങുകയാണ്. അവരുടെ കൂടെ ഉണ്ടായിരുന്ന പടത്തലവൻ വല മുറിച്ചുകൊണ്ട് രക്ഷിക്കാൻ ശ്രമിച്ചപ്പോഴായിരുന്നു എന്തോ വലിയ ഒന്ന് അങ്ങോട്ട് വരുന്നതായി അയാൾക്ക് തോന്നിയത്. ഒട്ടും താമസിയാതെ അയാൾ അവരെ രക്ഷിച്ചു. എന്താണ് അങ്ങോട്ട് വരുന്നതെന്ന് അറിയാതെ അവരെല്ലാവരും ഒളിച്ചിരുന്നു. ഈ സമയത്താണ് ജാക്ക് ഒരു ഭീമാകാരമായ കാല അവന്റെ അടുത്തേക്ക് നടന്നു നീങ്ങി വരുന്നത് കണ്ടത്. അത് മറ്റൊന്നുമായിരുന്നില്ല, മനുഷ്യന്മാരെയും മൃഗങ്ങളെയും ഭക്ഷിക്കുന്ന വലിയ രാക്ഷസനായിരുന്നു. ഒളിച്ചിരുന്ന സൈനികനെ കണ്ട രാക്ഷസൻ അയാളെ തിന്നാനായി വരികയാണ്. ഇത് കണ്ട് പേടിച്ച് ഓടി രക്ഷപ്പെടാൻ അയാൾ ശ്രമിച്ചെങ്കിലും ആ രാക്ഷസൻ അയാളെ പിടികൂടി. പടത്തലവനും അയാളെ രക്ഷിക്കാനായില്ല. ആ നരഭോജിയായിട്ടുള്ള രാക്ഷസൻ പടത്തലവനെയും പടയാളെയും ഭക്ഷിക്കാൻ വേണ്ടി എടുത്തുകൊണ്ട് പോവുകയാണ്. കത്തിൽ മുങ്ങിക്കിടന്ന് രാക്ഷസന്റെ കണ്ണിൽപ്പെടാതെ രക്ഷപ്പെട്ടു. ശേഷം അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി ആ രാക്ഷസനെ പിന്തുടർന്ന് അവൻ പോവുകയാണ്. ഈ സമയത്ത് റോഡ്രിഗസും കൂട്ടാളികളും രാജകുമാരിയെ അന്വേഷിച്ച് മറ്റൊരു വശത്തായിരുന്നു. പെട്ടെന്നായിരുന്നു ഒരു രാക്ഷസൻ വന്ന് റോഡ്രിഗസിന്റെ കൂട്ടുകാരെ ചോക്ലേറ്റ് തിന്നുന്ന കണക്കെ തിന്നു കളഞ്ഞത്. മറ്റൊരു രാക്ഷസനും കൂടി വന്ന് റോഡ്രിഗസിനെ ഭക്ഷിക്കാൻ പോവുകയായിരുന്നു. എന്നാൽ രാക്ഷസന്മാരെ അടിമകളാക്കുന്ന ഒരു മാന്ത്രിക കിരീടം അവന്റെ പക്കലുണ്ടായിരുന്നു. ഈ സമയം ജാക്ക് രാജകുമാരിയെ രക്ഷിക്കാൻ വേണ്ടി അങ്ങോട്ട് എത്തിച്ചേരുകയായിരുന്നു. ഇരട്ട തലയുള്ള ഒരു രാക്ഷസൻ രാക്ഷസന്മാരുടെ തലവൻ. മറ്റുള്ള രാക്ഷസന്മാർക്ക് രാജകുമാരിയെ ഭക്ഷിക്കാൻ വേണ്ടി കൊണ്ടുചെല്ലുകയായിരുന്നു ആ തലവൻ. ഈ സമയത്ത് തന്നെയായിരുന്നു പടത്തലവനെയും പടയാളിയെയും അങ്ങോട്ട് കൊണ്ടുവന്നത്. അതിൽ പടയാളിയെ അപ്പോൾ തന്നെ തലവൻ ഭക്ഷിക്കുകയാണ്. ഈ സമയം രാക്ഷസന്മാരുടെ കണ്ണിൽപ്പെടാതെ ജാക്ക് രാക്ഷസന്മാരുടെ കൊട്ടാരത്തിൽ കടന്നുകൂടി. രാക്ഷസന്മാർ രാജകുമാരിയും പടത്തലവനെയും ഭക്ഷിക്കുവാൻ പോവുകയായിരുന്നു. എന്നാൽ ആ സമയത്തായിരുന്നു റോഡ്രിഗസ് അങ്ങോട്ട് കടന്നു വന്നത്. രാക്ഷസന്മാരെ നിയന്ത്രിക്കാനുള്ള കിരീടം തലയിൽ വെച്ച റോഡ്രിഗസ് രാക്ഷസന്മാരെല്ലാവരെയും അടിമകളാക്കുകയാണ്. എന്നാൽ ഇതിലൂടെ രാജകുമാരിയെ രക്ഷിക്കാനായിരുന്നില്ല അവന്റെ പ്ലാൻ. രാക്ഷസന്മാരെ വെച്ച് രാജാവിനോട് യുദ്ധം ചെയ്ത് രാജ്യം പിടിച്ചെടുക്കാനായിരുന്നു റോഡ്രിഗസിന്റെ പ്ലാൻ. അതിനായി രാജകുമാരിയും പടത്തലവനെയും ഭക്ഷിച്ചോളാൻ രാക്ഷസനോട് പറയുകയാണ് റോഡ്രിഗസ്. ഇതിനായി രാക്ഷസന്മാരുടെ ഇടയിലുള്ള പാചകക്കാരൻ അവരെ ഒരു സാൻഡ്വിച്ച് ആക്കി ഭക്ഷിക്കാനുള്ള പ്ലാനിലായിരുന്നു. എന്നാൽ തക്ക സമയത്ത് അവരെ രക്ഷിക്കാൻ വേണ്ടി ജാക്ക് അങ്ങോട്ട് വരികയാണ്. രാജകുമാരിയുടെ കൂട് തുറക്കാൻ ശ്രമിച്ചെങ്കിലും അതിനവൻക്ക് കഴിഞ്ഞില്ല. അങ്ങനെ സാൻഡ്വിച്ച് ആക്കാൻ വെച്ച പടത്തലവനെ അവൻ രക്ഷിക്കാൻ ശ്രമിക്കുകയാണ്. എന്നാൽ ശബ്ദം കേട്ട് അങ്ങോട്ട് രാക്ഷസൻ വരുന്നത് കണ്ട് അവൻ ഒരു കത്തി ഏൽപ്പിച്ച് അവിടെ നിന്ന് മാറി നിൽക്കുന്നു. ശേഷം ആ രാക്ഷസൻ പടത്തലവനെ പാചകം ചെയ്യാനായി അടുപ്പത്ത് വെക്കുകയാണ്. എന്നാൽ കയ്യിൽ കത്തി ഉണ്ടായിരുന്നതുകൊണ്ട് രാക്ഷസനെ അറിയാതെ അയാൾ രക്ഷപ്പെടുകയാണ്. അടുത്ത ഇരു രാജകുമാരിയായിരുന്നു. അവളെ പിടികൂടി ഒരു ടേബിളിൽ കിടത്തി കത്തി കൊണ്ട് അരിയാനായിരുന്നു ആ രാക്ഷസന്റെ പ്ലാൻ. എന്നാൽ രാക്ഷസൻ അറിയാതെ ജാക്ക് അയാളുടെ തലയുടെ മുകളിൽ വന്ന് ഒരു കത്തി എടുത്ത് ചാടി ആ രാക്ഷസൻ മുതുകിൽ ആഞ്ഞു കുത്തുകയാണ്. വേദന കൊണ്ട് പൊളഞ്ഞ രാക്ഷസൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നു. ശേഷം അയാൾ പോയി ഒരു ചുമരിൽ ചാരിയതും ആ കത്തി അയാളുടെ നെഞ്ചിൽ തറച്ച് ആ രാക്ഷസൻ മരിക്കുകയാണ്. രാജകുമാരിയും പടത്തലവനെ രക്ഷിച്ച ജാക്കിനോട് പടത്തലവൻ ഒരുപാട് നന്ദി പറയുന്നു. ശേഷം അവിടെ നിന്ന് എങ്ങനെയും രക്ഷപ്പെടാനായി അവർ പ്ലാൻ ചെയ്യുകയാണ്.
രാക്ഷസന്മാരുടെ ലോകത്ത് നിന്ന് എങ്ങനെ രക്ഷപ്പെടാമെന്ന് ജാക്കും രാജകുമാരിയും പടത്തലവനും ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതിനിടയിൽ തന്നെ രക്ഷിച്ച് ജാക്കിനോട് രാജകുമാരിക്ക് പ്രണയം തോന്നുകയാണ്. ഒട്ടും സമയം കളയാതെ അവർ മുകളിലേക്ക് കയറിയ സ്ഥലത്തേക്ക് പോവുകയാണ്. എന്നാൽ രാക്ഷസന്മാർ അവിടെ ഒരു രാക്ഷസനെ കാവൽ നിർത്തിയിരുന്നു. രാക്ഷസനെ ഒഴിവാക്കാൻ ബുദ്ധി തോന്നിയ ജാക്ക് ഒരു കടന്നൽ കൂട് എടുത്തുകൊണ്ടുവന്ന് അത് ആ രാക്ഷസന്റെ ഹെൽമെറ്റിനുള്ളിലേക്ക് ഇടുകയാണ്. ശേഷം അവർ രണ്ടുപേരും അവിടെ നിന്ന് ഓടിപ്പോയി എന്താണ് നടക്കുന്നത് നോക്കാൻ വേണ്ടി അവിടെ നിൽക്കുന്നു. അധികം താമസിയാതെ എന്നെ കടന്നൽ അതിന്റെ പണി തുടങ്ങിയിരുന്നു. വേദന കൊണ്ട് പൊളഞ്ഞ ആ രാക്ഷസൻ അത് ഊരിയെടുക്കാൻ നന്നായി പണിപെട്ടു. അവസാനമുണ്ടായിരുന്ന ഒരു കടന്നൽ ആ രാക്ഷസന്റെ മുക്കിൽ കുത്തിയതും രാക്ഷസൻ താഴത്തേക്ക് ഒരു അറ്റ പോക്കായിരുന്നു. അവരുടെ തന്ത്രം വലിച്ചത് കണ്ട് അവർക്ക് വളരെയധികം സന്തോഷമായി. ജാക്കിനും രാജകുമാരിക്കുമുള്ള പ്രണയം മനസ്സിലായ പടത്തലവൻ ജാക്കിനോട് രാജകുമാരിയെ അടിയിലെത്തിക്കാനായി പറയുകയാണ്. ഈ സമയത്ത് ആ മേലയിൽ നിന്ന് വന്ന രാക്ഷസൻ വന്ന് അടിയിൽ വീഴുകയാണ്. രാക്ഷസനെ കണ്ട് എല്ലാവരും പേടിച്ചപ്പോൾ ആകാശത്തിലേക്കുള്ള ആ പാതയായ മരം മുറിക്കാൻ രാജാവ് ഉത്തരവിടുകയാണ്. എന്നാൽ രാജാവ് പറഞ്ഞില്ല ഈ സമയം തന്റെ മകളായ രാജകുമാരിയും ജാക്കും കൂടി മരത്തിലൂടെ താഴോട്ട് ഇറങ്ങുകയാണെന്ന്. ഈ സമയം രാക്ഷസ ലോകത്ത് രാക്ഷസന്മാരുടെ നീക്കമറിയാൻ ഇടുന്ന പടത്തലവൻ രാക്ഷസന്മാർ കൂട്ടമായി രാജ്യം ആക്രമിക്കാൻ വരുന്നത് കണ്ട് നെട്ടുകയാണ്. ടീമുകളാക്കി രാക്ഷസന്മാരുമായി വന്ന് റോഡ്രിഗസ് രാജ്യം പിടിച്ചെടുക്കാനായിരുന്നു അവന്റെ പ്ലാൻ. എന്നാൽ ഇത് മനസ്സിലാക്കി അവിടെ ഒളിച്ചിരുന്ന പടത്തലവൻ അവനെ കൊല്ലാനായി വരികയാണ്. ഈ സമയം റോഡ്രിഗസിന്റെ കയ്യിലുണ്ടായിരുന്ന ബാക്കി വിത്തുകൾ അവിടെ വീണു പോകുന്നു. അവർ രണ്ടുപേരും വീണുപോയത് ഒരു ഗുഹയിലായിരുന്നു. ആ ഗുഹയിൽ നിന്ന് പുറത്തെടുക്കാൻ വേണ്ടി രാക്ഷസന്മാർ ഗുഹയുടെ മേൽഭാഗം പൊളിക്കുകയാണ്. റോഡ്രിഗസും പടത്തലവനും തമ്മിലുള്ള ആക്രമണത്തിനൊടുവിൽ പടത്തലവൻ താഴേക്ക് വീഴാൻ പോവുകയായിരുന്നു. എന്നാൽ അവസാന നിമിഷം ഒരു കത്തിയെടുത്ത് കുത്തിക്കൊണ്ട് പടത്തലവൻ ചതിയനായ റോഡ്രിഗസിനെ വകവരുത്തുകയാണ്. റോഡ്രിഗസിന്റെ തടയിൽ നിന്ന് രാക്ഷസന്മാരെ നിയന്ത്രിക്കുന്ന കിരീടം എടുക്കാനായി പടത്തലവൻ ചെന്നപ്പോഴേക്കും ഇരട്ടത്തലയുള്ള രാക്ഷസൻ അത് കൈക്കലാക്കിയിരുന്നു. അങ്ങനെ ഇരട്ടത്തലയുള്ള രാക്ഷസന്മാരെ മറ്റുള്ള രാക്ഷസന്മാർ വീണ്ടും നേതാവാക്കുകയാണ്. അതിലൊരു രാക്ഷസന് മാത്രം ഇതൊന്നും പിടിക്കുന്നുണ്ടായിരുന്നില്ല. ഈ സമയം രാജാവിന്റെ ഉത്തരവ് പ്രകാരം അടിയിൽ വലിയ മരത്തിന്റെ വൃക്ഷങ്ങൾ മുറിച്ചുകൊണ്ട് വീഴ്ത്തുകയാണ്. എന്നാൽ അപ്പോഴും ആ വൃക്ഷത്തിൽ രാജകുമാരിയും ജാക്കും ഉണ്ടായിരുന്നു. ആ വലിയ വൃക്ഷം അവിടെ നിന്ന് വീഴുന്നത് കണ്ട് അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പടത്തലവൻ ചാടി അതിൽ കയറി പിടിക്കുകയാണ്. താഴേക്കിറങ്ങാൻ വേണ്ടി ഉണ്ടായിരുന്ന ആ വൃക്ഷം ഇതിലേക്ക് വീഴുന്നത് കണ്ട് ആ രാക്ഷസന് ദേഷ്യം വരികയാണ്. ആ വൃക്ഷം അടിയിലെത്താനായപ്പോഴേക്കും രാജകുമാരിയും ജാക്കും അതിലുണ്ടായിരുന്ന ഒരു വള്ളിയിൽ പിടിച്ച് ചാടുകയാണ്. ജാക്കും രാജകുമാരിയും ആ വലിയ വൃക്ഷത്തിൽ നിന്ന് ഒരുവിധം താഴേക്ക് ചാടി ഒരു വലിയ വാളിൽ തറക്കാതെ തലനാരിയേക്ക് രക്ഷപ്പെടുകയാണ്. പടത്തലവനും ആ വൃക്ഷത്തിൽ നിന്ന് ഒരു വെള്ളത്തിലേക്ക് ചാടി രക്ഷപ്പെടുകയാണ്. എന്റെ മകൾ മരിച്ചുപോയെന്ന് സങ്കടപ്പെട്ടിരിക്കുന്ന രാജാവിന്റെ അടുത്തേക്ക് രാജകുമാരി വരികയാണ്. ഇത് കണ്ട് ഒരുപാട് സന്തോഷമായ രാജാവ് ജാക്കിനോട് ഒരുപാട് നന്ദി പറയുകയാണ്. അവർ തമ്മിലുള്ള പ്രണയം രാജാവ് അറിഞ്ഞിരുന്നില്ല. സമയം മേലെ രാക്ഷസന്മാരുടെ ലോകത്ത് ഇതിലേക്ക് പോവാനുള്ള ഏക പോംവഴി അടഞ്ഞു എന്ന് വിചാരിച്ച രാക്ഷസന്മാരുടെ ഇടയിലേക്ക് ആ വിത്തുകൾ വീണ്ടും വരികയാണ്. ഒറ്റത്തലയുള്ള രാക്ഷസൻ ആ വിത്തുകൾ വെള്ളത്തിലേക്ക് ഊതിയതും പെട്ടെന്ന് തന്നെ ആ മാന്ത്രിക വിത്തുകൾ മുളച്ച് വലുതായി രാക്ഷസന്മാരുടെ ലോകത്തിൽ നിന്നും ഭൂമിയിലേക്ക് പോവുകയാണ്. മനുഷ്യന്മാരെ എല്ലാം ഇല്ലാതാക്കി രാജ്യം പിടിച്ചെടുക്കലായിരുന്നു അവരുടെ പ്ലാൻ. രാക്ഷസന്മാർ ആകാശത്ത് നിന്ന് ഇറങ്ങി വരുന്നത് ജാക്ക് കാണുകയാണ്. ഈ സമയം കൊട്ടാരത്തിലേക്ക് മടങ്ങുകയായിരുന്നു രാജകുമാരിയും രാജാവും. പക്ഷേ അപ്പോഴേക്കും ആ രാക്ഷസന്മാരെല്ലാവരും ഭൂമിയിലേക്ക് എത്തിയിരുന്നു. വിവരം ജാക്ക് അവരുടെ പിന്നാലെ വന്ന് അറിയിക്കുകയാണ്. എന്നാൽ ആ രാക്ഷസന്മാർ അവരുടെ തൊട്ടടുത്ത് എത്തിയിരുന്നു. ജാക്കും രാജാവും രാജകുമാരിയും പടയാളികളും എല്ലാവരും ഇവർ രക്ഷിക്കാനായി കൊട്ടാരത്തിലേക്ക് പാഞ്ഞു. പക്ഷെ അപ്പോഴേക്കും ആ രാക്ഷസന്മാർ കുറെ പേരെ വകവരുത്തിയിരുന്നു. രാക്ഷസന്മാരിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി രാജാവും രാജകുമാരിയും രാജകൊട്ടാരത്തിലേക്ക് ഓടിക്കയറുകയാണ്. ശേഷം കൊട്ടാരത്തിന് ചുറ്റുമുള്ള തടാകത്തിൽ മണ്ണെണ്ണയൊഴിച്ച് തീയിട്ടുകൊണ്ട് കൊട്ടാരത്തിന്റെ വാതിൽ അടയ്ക്കുകയാണ്. എന്നാൽ ഈ സമയം ജാക്ക് കൊട്ടാരത്തിൽ കയറിയിട്ടുണ്ടായിരുന്നില്ല. ഇരട്ടത്തലയുള്ള രാക്ഷസൻ അവനെ പിടിക്കാനായി തൊട്ടടുത്ത് എത്തിയെങ്കിലും ജാക്ക് തലനാരിയേക്ക് രക്ഷപ്പെടുകയാണ്. ശേഷം ഇരട്ടത്തലയുള്ള രാക്ഷസനെ തടാകത്തിലെ തീയുടെ ഉള്ളിലേക്ക് വീഴ്ത്തുകയാണ്. എന്നാൽ ആ രാക്ഷസൻ തടാകത്തിനടിയിലൂടെ കൊട്ടാരത്തിന്റെ ഉള്ളിലേക്ക് കടക്കാൻ മറ്റൊരു മാർഗം കണ്ടെത്തി. ജാക്കിനെ കണ്ട രാജകുമാരിക്ക് വളരെയധികം സന്തോഷമായി. പടത്തലവനെ കണ്ട അവർക്കും വളരെയധികം സന്തോഷമായി. എന്നാൽ ഈ സമയം കൊട്ടാരത്തിനുള്ളിലേക്ക് എങ്ങനെയും കടക്കാൻ വേണ്ടി രാക്ഷസന്മാർ അവരുടെ പണി തുടങ്ങിയിരുന്നു. ഇത് കണ്ട രാജാവ് രാജകുമാരിയെയും കൊണ്ട് മറ്റൊരു സ്ഥലത്തിലേക്ക് പോവാൻ ജാക്കിനോട് പറയുന്നു. പിന്നെ രാജകുമാരിയും ജാക്കും ഒരു രഹസ്യ വഴിയിലൂടെ കൊട്ടാരത്തിലേക്ക് കടക്കുകയാണ്. പടത്തലവനും പടയാളികളും രാജാവും രാക്ഷസന്മാർ അകത്ത് കടക്കാതിരിക്കാൻ വേണ്ടി പരമാവധി പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ ഈ സമയം മരങ്ങൾ കത്തിച്ചുകൊണ്ട് അത് കൊട്ടാരത്തിന്റെ ഉള്ളിലേക്ക് എറിഞ്ഞ് രാക്ഷസന്മാർ എല്ലാവരെയും വകവരുത്തുകയാണ്. ഈ സമയം ജാക്കും രാജകുമാരിയും കൊട്ടാരത്തിന്റെ ഉള്ളിലേക്ക് കടന്നു. എന്നാൽ ആ ഇരട്ടത്തലയുള്ള രാക്ഷസൻ അങ്ങോട്ട് കടന്നു വരികയാണ്. മനുഷ്യഗന്ധം പിടിച്ച ആ ഇരട്ടത്തലയുള്ള രാക്ഷസൻ ഇവിടെയെല്ലാം തിരയുകയാണ്. എന്നാൽ ജാക്കും രാജകുമാരിയും ഒരു സിംഹാസനത്തിന്റെ ഉള്ളിൽ ഒളിച്ചിരിക്കുകയാണ്. എന്നാൽ അവരെ കണ്ട ആ രാക്ഷസൻ അവരെ കൊല്ലാനായി പിന്നാലെ പാഞ്ഞു വരികയാണ്. രാക്ഷസന്റെ കയ്യിൽ നിന്ന് ജീവൻ രക്ഷിക്കാൻ വേണ്ടി അവർ അതിവേഗത്തിൽ ഓടുകയായിരുന്നു. എന്നാൽ പെട്ടെന്ന് തന്നെ രാക്ഷസന്റെ കൈകൾ വന്ന് രാജകുമാരിയെ പിടിക്കുകയാണ്. ജാക്ക് അവളെ രക്ഷിക്കാൻ നോക്കിയെങ്കിലും ജാക്കിനെയും പിടികൂടി ആ രാക്ഷസൻ ജാക്കിനെ തിന്നാൻ പോവുകയായിരുന്നു. എന്നാൽ ഈ സമയം ജാക്കിന്റെ കയ്യിൽ ഒരു മാന്ത്രിക വിത്ത് കൂടി ശേഷിക്കുന്നുണ്ടായിരുന്നു. അവൻ ആ മാന്ത്രിക വിത്തുകൾ ആ രാക്ഷസന്റെ വയറ്റിലേക്ക് ഇടുകയാണ്. വെള്ളം തട്ടിയ ആ മാന്ത്രിക വിത്തുകൾ അപ്പോൾ തന്നെ ആ രാക്ഷസന്റെ വയറ്റിൽ കിടന്ന് മുളച്ചുകൊണ്ട് ആ രാക്ഷസനെ കൊല്ലുകയാണ്. ഈ സമയം മറ്റുള്ള രാക്ഷസന്മാരെല്ലാവരും ആ കൊട്ടാരത്തിന്റെ കവാടം തകർത്തിരുന്നു. തിമ്പഴികൾ വെച്ച് ആ രാക്ഷസന്മാരെ തടയാൻ ശ്രമിച്ചെങ്കിലും ആ രാക്ഷസന്മാർക്ക് അത് നിസ്സാരമായിരുന്നു. രാക്ഷസന്മാരെ കണ്ട് പടത്തലവനും രാജാവിനും പടയാളികളും എല്ലാവരും പേടിച്ചു നിൽക്കുകയായിരുന്നു. എന്നാൽ പെട്ടെന്നായിരുന്നു ആ രാക്ഷസന്മാരുടെ കയ്യിലുണ്ടായിരുന്ന ആയുധങ്ങളെല്ലാം താഴെ ഇട്ടുകൊണ്ട് അവർ അവിടെ മുട്ടുകുത്തി നിൽക്കാൻ തുടങ്ങിയത്. ഇരട്ടത്തലയുള്ള രാക്ഷസന്റെ കയ്യിൽ നിന്ന് രാക്ഷസന്മാരെ നിയന്ത്രിക്കുന്ന കിരീടം ജാക്ക് സ്വന്തമാക്കിയിരുന്നു. അങ്ങനെ അവൻ എല്ലാവരെയും രക്ഷിക്കുന്നു.